പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിലെ കോടതികളിൽ പൊതുവിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നതനുസരിച്ച് കേസിൻ്റെ വാദം, മറുവാദം, വിസ്താരം ഇതൊക്കെയാണ് കോടതികളിൽ നടക്കുന്നതായി നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു കേസ് വരുന്നു, ആ കേസിൽ വാദം നടക്കുന്നു, പ്രതിഭാഗത്തിൻ്റെ വാദിഭാഗത്തിൻ്റെയൊക്കെ വാദം നടക്കുന്നു, പിന്നെ കീഴ്ക്കോടതിയിലാണെങ്കിൽ വിസ്താരം ഇതുപോലൊക്കെ നടക്കുന്നു, വിധി പ്രഖ്യാപിക്കുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ഇന്നലെ അതായത് 8-ാം തീയതി, ജൂലൈ 8-ാം തീയതി കേരള ഹൈക്കോടതിയിലെ 1D എന്ന് പറയുന്ന കോടതി മുറിയിൽ യഥാർത്ഥത്തിൽ ഒരു കേസിലെ വാദമല്ല നടന്നത്, മറിച്ച് ഒരു കൊലപാതകമാണ് നടന്നത് എന്ന് പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അപ്പോൾ കോടതി മുറിയിൽ എങ്ങനെയാണ് കൊലപാതകം നടക്കുക എന്ന് എൻ്റെ പ്രേക്ഷകർക്ക് തോന്നും. യഥാർത്ഥത്തിൽ കോടതി മുറിയിൽ നടന്നത് ഭൗതികമായി ഒരാൾ വേറൊരാളെ കൊലപ്പെടുത്തുന്ന സംഭവമല്ല, വാക്കുകളിലൂടെ നടന്ന ഒരു കൊല. വാക്കുകളിലൂടെ ഒരു ഉദ്യോഗസ്ഥൻ ഇന്നലെ കേരള ഹൈക്കോടതിയുടെ 1D എന്ന് പറഞ്ഞ കോടതി മുറിയിൽ കൊല ചെയ്യപ്പെട്ടു. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, കൊല്ലപ്പെട്ട, വാക്കുകളിലൂടെ കൊല്ലപ്പെട്ട ആ മനുഷ്യൻ്റെ, ആ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് കശുവണ്ടി വകുപ്പിലെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമൻ K. ബിജു IAS. അദ്ദേഹം സാധാരണ IAS കാരനല്ല, അദ്ദേഹം മുൻ മന്ത്രിയായിരുന്ന, എൻ്റെ സുഹൃത്തു കൂടെ ആയിരുന്ന കൃഷ്ണൻകുട്ടി സാറിൻ്റെ, K. കൃഷ്ണൻകുട്ടി സാറിൻ്റെ മകനാണ് K. ബിജു. അദ്ദേഹമാണ് വാക്കുകളിലൂടെ ജൂലൈ 7-ാം തീയതി ഹൈക്കോടതിയിലെ 1D എന്ന കോടതി മുറിയിൽ ഈ പറഞ്ഞ പോലെ സിംബോളിക്കായി കൊല ചെയ്യപ്പെട്ടത്, അല്ലെ കൊല ചെയ്യപ്പെട്ടത്. കൊല നടത്തിയത് ഒരു ന്യായാധിപനാണ്. ആ ന്യായാധിപൻ്റെ പേര് ജസ്റ്റിസ് A. ബദറുദ്ദീൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇതിനു മുമ്പ് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ അതിശക്തമായിട്ടുള്ള നിലപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ 500 കോടി രൂപയുടെ കശുവണ്ടി അഴിമതി, ഇറക്കുമതി അഴിമതി കേസിലും ഇതിനു മുമ്പ് പലതവണ ജസ്റ്റിസ് A. ബദറുദ്ദീൻ്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള, ആർജവത്തോടു കൂടിയുള്ള നിലപാടുകൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ കേസിൽ അഴിമതിക്കാരൻ ആണെന്ന് ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്ന INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരനെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളെല്ലാം ഫലപ്രദമായി തടഞ്ഞതിൽ ഈ ജസ്റ്റിസ് A. ബദറുദ്ദീൻ്റെ പങ്ക് നിസ്തുലമാണ് എന്നുള്ള രീതിയിലും നമ്മൾ ചർച്ച ചെയ്തതാണ്. സുഹൃത്തുക്കളെ, ആ കേസിൽ 7-ാം തീയതി നടന്ന വാദത്തിനിടയിലാണ് വാക്കുകളിലൂടെ ഈ K. ബിജുവിനെ ജസ്റ്റിസ് A. ബദറുദ്ദീൻ കൊല ചെയ്ത് കളഞ്ഞത്. എന്തായിരുന്നു അതിൻ്റെ പശ്ചാത്തലം? അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ കശുവണ്ടി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുവാദം കൊടുക്കുന്നത് സംബന്ധിച്ച്, പ്രോസിക്യൂഷൻ സാങ്ഷൻ സംബന്ധിച്ച് യുക്തമായ തീരുമാനമെടുക്കണം എന്ന് ജസ്റ്റിസ് A. ബദറുദ്ദീൻ്റെ ബെഞ്ച് ഈ സതീശൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യുക്തമായ തീരുമാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രോസിക്യൂഷൻ സാങ്ഷൻ എന്നാണ് സതീശൻ ഉൾപ്പെടെ പറയുന്നത്. അത് പൂർണ്ണമായി തെറ്റാണ്. അത് ജസ്റ്റിസ് A. ബദറുദ്ദീനും പറഞ്ഞു. ഒരു കാരണവശാലും പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കണം എന്ന് കോടതി പറഞ്ഞിട്ടില്ല. പക്ഷേ അത് സംബന്ധിച്ച് യുക്തമായ തീരുമാനമെടുത്ത് ജൂലൈ 2-ാം തീയതി റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നാൽ ജൂലൈ 2-ാം തീയതി എന്താ സംഭവിച്ചത്? ആ ഉത്തരവ് കോടതിയിൽ AG ഹാജരാക്കിയില്ല. ഉത്തരവ് ഇറങ്ങി, പക്ഷേ ഹാജരാക്കിയില്ല. അത് ഹാജരാക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ തരണമെന്ന് പറഞ്ഞ് കോടതി ആ സമയം കൊടുത്തു. എന്നാൽ ഹാജരാക്കാത്ത ആ ഉത്തരവ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പ്രതി ആയിട്ടുള്ള R. ചന്ദ്രശേഖരൻ തൻ്റെ മൊബൈൽ ഫോണിൽ അദ്ദേഹം വായിക്കുകയും അത് പത്രലേഖകർക്ക് വിതരണം ചെയ്യുകയും ചെയ്ത ഒരു അതിവിചിത്രമായിട്ടുള്ള സംഭവം 2-ാം തീയതി, ജൂലൈ 2-ാം തീയതി ഉണ്ടായി. അതായത് വാദിയായ കടകംപള്ളി മനോജിന് പോലും ലഭിക്കാത്ത ആ ഉത്തരവാണ് പ്രതിയായിട്ടുള്ള ചന്ദ്രശേഖരന് കോടതിയിൽ പോലും സമർപ്പിക്കുന്നതിന് മുമ്പ് ലഭിക്കുകയും അയാളത് മാധ്യമപ്രവർത്തകരുമായി പങ്കുവെക്കുകയും ചെയ്തു. ആ ഉത്തരവിൻ്റെ ഉള്ളടക്കം കണ്ടപ്പോൾ നിയമവിദഗ്ധർ തന്നെ ഞെട്ടിപ്പോയി. കോടതിയെ തന്നെ വെല്ലുവിളിക്കുന്ന നിലയിൽ
പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള സർക്കാരിൻ്റെ അവകാശത്തിലേക്ക് കടന്നു കയറുകയാണ് കോടതി ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഉപയോഗിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ അവകാശത്തിലേക്ക് കടന്നു കയറുന്നു. ഈ തെളിവുകളെടുത്ത് പരിശോധിക്കുന്നു. അത് വിചാരണ കോടതിയാണ് ചെയ്യേണ്ടത്. അത് പരിശോധിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഇല്ലാതെയാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വന്നത് എന്ന് പറയുകയും പ്രതിക്ക് അപ്പീൽ പോകാനുള്ള അനുവാദവും കൂടെ കൊടുത്തുകൊണ്ട് പ്രതിക്ക് വേണ്ടി ഇറക്കിയതുപോലുള്ള ഒരു ഉത്തരവായിരുന്നു ആ ഉത്തരവ്. അത് വലിയ തോതിൽ നിയമവൃത്തങ്ങളെല്ലാം ഞെട്ടിച്ചത്. ആ ഉത്തരവ് തിരുത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് ജനറൽ ജൂലൈ 7-ാം തീയതി കോടതിയിൽ ചെന്നു. ജൂലൈ 7-ാം തീയതി കോടതിയിൽ ചെന്നപ്പോഴാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അതിശക്തമായപ്പെട്ടുള്ള ഭാഷയിൽ ഈ കെ ബിജു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ കൊല്ലാക്കൊല ചെയ്തത്. ആ കോടതിയിൽ എന്താണ് നടന്നത്, ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറഞ്ഞത് എന്തൊക്കെയാണ് എന്നത് വിശദമായി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ ഉത്തരവ് വ്യക്തമാക്കുന്നത് സംസ്ഥാന താൽപ്പര്യവും ജുഡീഷ്യറിയുടെ സത്യസന്ധതയും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ ആദ്യത്തെ ഉത്തരവ് പിൻവലിക്കാൻ സർക്കാരിനെ ശരിയായ രീതിയിൽ ഉപദേശിച്ചു എന്നാണ്. ഏജ് സർക്കാരിന് നൽകിയ നിയമോപദേശത്തിൻ്റെ ആദ്യത്തെ ഉത്തരവിൽ പ്രഥമദൃഷ്ട്യ കോടതി ലക്ഷ്യമുണ്ടെന്നും ആ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഉത്തരവ് ഇറക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. ആ ഉപദേശം അംഗീകരിച്ചുകൊണ്ട് 6/7/2024 പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കി. അത് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ തുടങ്ങുന്നത്. എന്നിട്ട് ഏജിയോട് ജഡ്ജി പറയുകയാണ്, ജസ്റ്റിസ് ബദറുദ്ദീൻ പറയുകയാണ്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കും. ഉത്തരവ് കണ്ടപ്പോൾ ആ ഉത്തരവ് ഹാജരാക്കാനാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയതിനാൽ നിങ്ങൾ അത് ഹാജരാക്കിയില്ല. ഏജിയോട് പറയുക, ഞാൻ നിങ്ങളുടെ നിലപാടിനെ അനുമോദിക്കുന്നു, പക്ഷേ ഉദ്യോഗസ്ഥനെ വെറുതെ വിടാനാവില്ല. അതായത് കശുവണ്ടി വകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള കെ ബിജുവിനെ വെറുതെ വിടാനാവില്ല. ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തേ മതിയാവും ജഡ്ജി പറയുകയാണ്. അച്ചടക്ക നടപടിയും കോടതിയലക്ഷ്യ നടപടികളും ഉണ്ടാവണം. ആദ്യത്തെ ഉത്തരവ് ഇറക്കിയതിന് കോടതിയലക്ഷ്യ നടപടികളും അച്ചടക്ക നടപടിയും ഉണ്ടാവണം. എങ്ങനെയാണ് ഒരു IAS ഉദ്യോഗസ്ഥന് ഇങ്ങനെ പറയാനാവുക? ജഡ്ജി ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥന് ജുഡീഷ്യറി മുഴുവനായി കുറ്റപ്പെടുത്താനാവുക? അയാൾക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പീൽ കോടതിയായിരുന്നു സമീപിക്കേണ്ടിയിരുന്നത്. ഒരു ഉത്തരവിനായി ഈ കോടതിയെ ആയിരുന്നില്ല. ജസ്റ്റിസ് ബദറുദ്ദീൻ AG രാജീവ്ബാബുവിനോട് ഈ ഉദ്യോഗസ്ഥനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞതൊക്കെയാണ്. എന്നിട്ട് ജസ്റ്റിസ് പറയുകയാണ്, അയാൾ ഒരു ഉത്തരവിട്ടു, നേരിട്ട് ഒരു പകർപ്പ് പ്രതിക്ക് നൽകി. ആലോചിച്ച് നോക്കണം, ഉത്തരവിട്ടിട്ട് പ്രതിക്ക് നൽകി. അത് വെറും ഒരു തെറ്റല്ല, കൃത്യമായി കോടതി ലക്ഷ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം നടപടിക്ക് വിധേയനാവണം. തെറ്റ് പൂർണ്ണമായും സെക്രട്ടറിയുടെ ഭാഗത്താണ്. ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല, അവർ തുടങ്ങുന്നതേ ഉള്ളൂ. സർക്കാരിന് സമൂഹത്തിനായി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ഉദ്യോഗസ്ഥരെ മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത്. അവർ കോടതിയെ മാത്രമല്ല കരിവാരി തേൽക്കുന്നത്, സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സർക്കാരിനെ കൂടിയാണ്. നോക്കൂ, മൂന്നാമത് ഒരാളോ പൊതുജനമോ നടപടിക്രമങ്ങൾ വീക്ഷിക്കുമ്പോൾ, കോടതികളുടെ അഴിമതി കേസിലെ പ്രതികളെ ശിക്ഷിക്കപ്പെടാൻ കാത്തിരിക്കുമ്പോൾ അവരെന്ത് ചിന്തിക്കും? കോടതി ചോദിക്കുകയാണ്. ഞാൻ ഉദ്യോഗസ്ഥരുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇത് ഉദ്യോഗസ്ഥന് മാത്രം തീരുമാനമാണ്. ഇതുപോലൊരു മണ്ടത്തരം നിറഞ്ഞ ഉത്തരവ് അംഗീകരിക്കാൻ മന്ത്രിയോ മുഖ്യമന്ത്രിമാരോ സമ്മതിക്കും എന്ന് ഞാൻ കരുതുന്നതേയില്ല. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എനിക്ക് ഉദ്യോഗസ്ഥൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് മാത്രമാണ് പറയാനുള്ളത്. ഇത് ഏറ്റവും അപകടകരമാണ് ജുഡീഷ്യറിയുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ. ജസ്റ്റിസ് പറയുകയാണ്, അദ്ദേഹം പറയാൻ, ഈ ഉത്തരവ് പ്രോസിക്യൂഷനെ സഹായിക്കാനല്ല, ഇത് പ്രതിയെയാണ് സഹായിക്കുക. മുൻകാല ഉത്തരവ് മുൻപുള്ള പ്രസ്താവനയായി നിലനിൽക്കും എന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കുക. ഇത് തെളിവായി ഉപയോഗിക്കുമ്പോൾ സാക്ഷികളെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാനാവും. ഈ ഉത്തരവിലൂടെ ചെയ്ത തെറ്റിതാണ്. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഈ ഉത്തരവ് ഇറക്കി എന്നതുകൊണ്ട് മാത്രം ഈ ഉദ്യോഗസ്ഥനെ വെറുതെ വിടാനാവില്ല. ഇയാൾ പ്രവർത്തിക്കുന്നത് പ്രതികൾക്ക് വേണ്ടിയാണ്. അയാൾക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് പ്രതികളെ രക്ഷിക്കേണ്ടതുണ്ട്. അയാൾക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങളുണ്ട്. എനിക്കറിയില്ല. ഈ ഉത്തരവിൻ്റെ അപകടാവസ്ഥ അതാണ്. മുൻകാല നിലപാടിനേക്കാൾ മോശമാണിത്. മുൻപ് അവർ നിരന്തരം പറഞ്ഞത് ഉത്തരവ് ഇറക്കില്ല എന്നാണ്. ഇവിടെ ഉത്തരവ് ഇറക്കുകയും അത് പ്രതികൾക്ക് അനുകൂലമായും പ്രോസിക്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകമാവുകയും ചെയ്തു. ഇത് കൂടുതൽ അപകടകരമാണ്. ജഡ്ജി പറയുകയാണ്, ഇയാൾക്ക് കോടതിയുടെ പ്രതിച്ഛായയെ കരിവാരി തേൽക്കണം. ആരൊക്കെ? ഉദ്യോഗസ്ഥർ. അതിനായി ഇയാൾ ഒരു ഉത്തരവ് ഇറക്കുന്നു. അതിനുശേഷം ആ ഉത്തരവ് അയാൾ പ്രതിക്ക് കൈമാറുന്നു. അത് ന്യൂസ് ചാനലുകളിലൂടെയും മറ്റും പ്രസിദ്ധീകരിച്ച് പബ്ലിസിറ്റി നേടാൻ ശ്രമിക്കുന്നു. അതിനുശേഷം നിങ്ങൾ അത് റദ്ദാക്കുന്നു. പിന്നീട് പുതിയ ഉത്തരവ് ഇറക്കുന്നു. മനഃപൂർവ്വം പ്രതിച്ഛായ തകർക്കുക എന്ന ലക്ഷ്യം നിങ്ങൾ നേടുന്നു എന്ന് മാത്രമല്ല, കോടതി പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ പറഞ്ഞു എന്ന് വ്യക്തമാക്കി കോടതിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രോസിക്യൂഷൻ അനുമതി നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യുന്നത് കോടതിയുടെ ജോലിയല്ല. കോടതിയുടെ ചുമതല ഉത്തരവിൻ്റെ നിയമസാധുത പരിശോധിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥനെ കോടതിയലക്ഷ്യ നടപടികളിൽ നിന്ന് ഒഴിവാക്കാനാവില്ല. അയാൾക്കെതിരെ നടപടി ഉണ്ടാവും, കർശനം നടപടി ഉണ്ടാവും, ഒരു കരുണയും ഉണ്ടാവില്ല. അതായത് കോടതിയുടെ വാക്കിതാണ്, ഐ വോണ്ട് സ്പെയർ ദിസ് മാൻ ഫ്രം ദ പ്രൊസീഡിങ്സ് ഓഫ് കണ്ടംപ്റ്റ് ദാറ്റ് വിൽ ബി പ്രൊസീഡഡ്
സ്ട്രിക്റ്റ് ആക്ഷൻ വിൽ ബി ടേക്കൺ, നോ ലീനിയൻസി, നത്തിങ്, നോ അപ്പോളജി. സുഹൃത്തുക്കളെ, ഇതാണ് ഹൈക്കോടതി ന്യായാധിപനായിട്ടുള്ള ജസ്റ്റിസ് എ ബദറുദ്ദീൻ 7-ാം തീയതി ഈ കശുവണ്ടി അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് വാദത്തിന് വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ഇതിലൂടെ ഉദ്യോഗസ്ഥനെ തെറ്റായ ഒരു ഉത്തരവിറക്കി കോടതിയെ കരിവാരിത്തേക്കാൻ വേണ്ടി ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥനെ വാക്കുകളിലൂടെ ജസ്റ്റിസ് കൊല്ലാക്കൊല ചെയ്യുകയായി. പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഉത്തരവിറക്കിയത്. പ്രതികളെ സംരക്ഷിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം. ആ ഉത്തരവിറക്കി നിങ്ങൾ ആ പ്രതിക്ക് ആ ഉത്തരവ് കൈമാറുന്നു. അയാൾ അത് പത്രസമ്മേളനത്തിൽ കൂടി പറയുന്നു. തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ കോടതിക്കെതിരെ ഉന്നയിക്കുന്നു. കോടതി പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാൻ അനുവദിച്ചു എന്ന് തെറ്റായി പറയുന്നു. കോടതി അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. കോടതി അതിൻ്റെ നിയമസാധുത പരിശോധിക്കുക മാത്രമാണ് ചെയ്തത്. സുഹൃത്തുക്കളെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പല കോടതികളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ആ കോടതികളാണ് ഞാൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ അവസാനത്തെ ആലയം, സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ്. അതായത് ജനങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കാനുള്ള ജാഗ്രതയോടുകൂടിയുള്ള രക്ഷിതാവ്. അതാണ് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് നമ്മൾ പറയും. ആ കോടതികൾ പലപ്പോഴും പല അവസരങ്ങളിലും പല ഒത്തുതീർപ്പുകൾക്കൊക്കെ വിധേയമാകുന്നു എന്നുള്ള ആരോപണം ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വരാറുണ്ട്. ആരോപണങ്ങളാണ് ഉയർന്നു വരാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടതെന്താ? നിയമവ്യവസ്ഥയെ കൊണ്ട് ഭരണഘടന എന്താണോ വിഭാവനം ചെയ്തത് അത് അതിൻ്റെ അർത്ഥത്തിൽ ഫുൾ ബ്ലൂമിൽ നിൽക്കുന്നതാണ് നമ്മൾ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ ബെഞ്ചിൽ കണ്ടത്. ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഉള്ളതുകൊണ്ടാണ് വലിയ അഴിമതി കേസിലൊക്കെ പ്രതികൾക്ക് രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ ഉള്ള അവസരം ഉണ്ടാകുന്നത്. നമ്മൾ ഈ പ്രതിയുടെ കാര്യം തന്നെ എടുക്കൂ. ഇടതും വലതും സംരക്ഷിക്കുകയാണ് ഈ പ്രതിയെ. പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള അനുവാദം കൊടുത്ത അതിനെക്കുറിച്ച് പറഞ്ഞ പത്രസമ്മേളനത്തിൽ പോലും കേരള മുഖ്യമന്ത്രി പരോക്ഷമായി കോടതി വിമർശിക്കുകയാണ്. ആ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞെന്താ? പ്രോസിക്യൂഷൻ കൊടുക്കാനുള്ള അനുവാദം സർക്കാരിനാണുള്ളത്. അതിലേക്ക് കോടതി കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഇതിൽ ഉയരുന്നുണ്ട് എന്നാണ് സതീശൻ പറയുന്നത്. അത് തെറ്റാണ് എന്നാണ് കോടതി പറയുന്നത്. പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കണം എന്ന് കോടതി പറഞ്ഞിട്ടേ ഇല്ല. അത് കോടതി ഇതിനകത്ത് പറയുന്നുണ്ട്. ആ ഉത്തരവിൻ്റെ നിയമസാധുതയാണ് കോടതി പരിശോധിച്ചത് എന്ന് കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇടതും വലതും രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു അഴിമതി കേസിലെ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി നിസ്തുലമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു ന്യായാധിപനെയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുപോലുള്ള ന്യായാധിപന്മാരാണ് നിയമവ്യവസ്ഥയുടെ പൊന്തൂവലെന്നും ഇങ്ങനെ പ്രവർത്തിക്കുന്ന ന്യായാധിപന്മാരുണ്ടാകുമ്പോഴാണ് നിയമവ്യവസ്ഥയോട് ജനങ്ങൾക്ക് ബഹുമാനം വർദ്ധിക്കുന്നത് എന്നുമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാനുള്ളത്.